ഹലോ ഗൈസ്, ഇന്നൊരു വെറൈറ്റി ആണേ. ഇന്ന് ഞാനൊരു പപ്പട ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇന്നാണെങ്കിൽ ചോറിനാണെങ്കിൽ കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ട് സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാൻ ഓർത്തേ. ഒരു 7 പപ്പടം നല്ലോണം ഒന്ന് വറുത്ത് കോരുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ. 10 വറ്റൽമുളക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതേ വെളിച്ചെണ്ണ തന്നെ. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു ഉണ്ടപ്പുളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഞ്ചി ഇഷ്ടമല്ല കേട്ടോ. അതും നല്ലോണം വറുത്ത് കോരിയതിന് ശേഷം നമുക്കൊരു അരമുറി തേങ്ങയിലോട്ട് ഈ മൂപ്പിച്ച് വെച്ച ഉള്ളിയും വറ്റൽമുളക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് പൊരിച്ച് വെച്ച പപ്പടവും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ പണി. അത്രയേ ഉള്ളൂ. ഇതാ മൂടി തുറന്നപ്പോൾ തന്നെ ഒടുക്കത്തെ സ്മെല്ലായിരുന്നു കേട്ടോ. ഉള്ളിൻ്റെയും തേങ്ങൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് എൻ്റെ പൊന്നു മക്കളെ ഇപ്പം തന്നെ നമുക്ക് തിന്നാൻ തോന്നും കേട്ടോ. ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഞാൻ എന്താ ഉണ്ടയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ആ ഉണ്ട മാത്രം തിന്നാൻ തോന്നും. അത്രയും ടേസ്റ്റ് കേട്ടോ. അത്രയും മണവും അത്രയും ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ മുമ്പേ ഞാൻ പപ്പട ലവർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഡിഷുകളൊക്കെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും കേട്ടോ. ഉണ്ടയൊക്കെ പിടിച്ച് കുറച്ച് അധികം ചോറും കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടാണ് ഞാനൊരു പിടി വായിൽ വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. അച്ചാറിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തോരം ചോറ് തിന്നാട്ടോ. എൻ്റെ പൊന്നു മക്കളെ ഒരു പിടി ഞാൻ വായിൽ വെച്ച കേട്ടോ. നിങ്ങളും കഴിച്ച തുറന്നേ. അപ്പോൾ ഇതാ ഞാൻ അത് കഴിച്ചോട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. എന്താ പറയുക, ഒടുക്കാത്ത ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാട്ടോ. നുണ പറയല്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.